നിങ്ങൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പാരഷാട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ മോഡേൺ വേർഷൻ ഓഫ് രാമായണം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാരീഷിൽ തന്നെ കളിച്ചത്. ആ അതില് സീതയായിരുന്നു. സീതയായിരുന്നു കാരണം അന്ന് ഒറ്റെണ്ണത്തിന് മീശ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ല പേക്കോലോ അവിഞ്ഞ സീതയിൽ പോവും. അപ്പൊ കൂട്ടത്തില് അത്യാവശ്യം ചുള്ളനും സുന്ദരനൊക്കെ ആയിട്ടുള്ള നിവിനാണ്. അപ്പൊ അവനെ സീതയാക്കിട്ട് അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്തു. പക്ഷെ പൊളിയായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. പാരീഷിൽ ഭയങ്കര ഹിറ്റായിരുന്നു മോഡേൺ രാമായണം എന്ന് പറഞ്ഞിട്ട്. അൽഫോൺസ് ആയിരുന്നു സീതയുടെ അച്ഛൻ. സീതയുടെ അച്ഛൻ്റെ പേര് ജനക മഹാരാജാവായിട്ട് അൽഫോൺസ് ആയിരുന്നു. ഞാനതിൽ സ്ക്രിപ്റ്റിങ്ങിലായിരുന്നു, ഞാനതിൽ അഭിനയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിലെ ഇതിലായിരുന്നു ഞാൻ മഹാഭാരത പരിപാടി. മഹാഭാരതം ഉണ്ടായിരുന്നു, മോഡേൺ മഹാഭാരതം പോലെ അല്ല, മഹാഭാരതം പക്ക മഹാഭാരതം പരിപാടിയായിരുന്നു. അതിൽ ഞാൻ ഭീമനായിട്ടോ കയറിയായിരുന്നു. നെക്സ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അന്ന് ഇവനില്ലെന്ന്. ഇപ്പൊ ഗോബൂസിലൊരു ദിവസം എങ്ങനെയായിരുന്നു? അതായത് സാധാരണ നിങ്ങൾ ഇപ്പൊ സ്റ്റാർസ് ഒന്നും അല്ലാത്ത നമ്മുടെ ഈ പ്രേമത്തിലൊക്കെ കാണുന്ന ഈ കസ്കസ് ഇട്ടിട്ട് സർവത്ത് കുടിക്കുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ ഗോബൂസിലൊരു ദിവസം എങ്ങനെയായിരുന്നു? ഇപ്പൊ രാവിലെ എണീക്കും, ഇന്ന് രാവിലെ ഭക്ഷണം കിട്ടുമല്ലോ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങും ഗോബൂസിലേക്ക്. ഇപ്പൊ എല്ലാവരും അസംബിൾ ആയിട്ടുണ്ടാവും. അൽഫോൺസ് കാപ്പി ഭയങ്കര ഫേമസ് അവിടെ. അൽഫോൺസ് കാപ്പി ഉണ്ടായിരുന്നു അവിടെ. ഉണ്ണിച്ചാൻ്റെ അടുത്ത് അൽഫോൺസ് കാപ്പി എന്ന് പറഞ്ഞാൽ നല്ല കടുപ്പത്തില് നല്ല കാപ്പി ഇട്ടവന്, നല്ല കടുപ്പത്തിൽ കാപ്പി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അൽഫോൺസ് കാപ്പി ഉണ്ടായിരുന്നു അവിടെ. അൽഫോൺസ് കാപ്പി ആയിട്ട് അൽഫോൺസ് അവിടെ ഇരിപ്പുണ്ടാവും. ഞങ്ങൾ സാധാരണ കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കൂടുതൽ കാശുള്ള അൽഫോൺസിനായിരിക്കും. അങ്ങനെ വേറെ ഒറ്റ എണ്ണത്തിനും വരുമാനമില്ല. അൽഫോൺസ് ഇങ്ങനെ എഡിറ്റിങ്ങും കുറച്ച് CD റൈറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് അവൻ ഈ പറയുന്ന കുറച്ച് കാശ് സ്വരുക്കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ അപ്പുറത്ത് പാലസ് ഉണ്ട്, ഗോബൂസിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ആലുവ പാലസ്. അവിടെ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കും എല്ലാവരും കൂടി. പിന്നെ പാലസിൻ്റെ ബാക്കിലിരുന്ന് എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സിനിമകൾ, കണ്ട സിനിമകൾ, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് നമുക്ക് കൂടുതലും സിനിമ തന്നെയായിരുന്നു ചർച്ചാ വിഷയം. നമ്മളല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകൾ അതൊക്കെ ഡിസ്കസ് ചെയ്യും. ശബരിയൊക്കെ അന്ന് ചെന്നൈയിലാണ്. ശബരിയും ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും വരും. ശബരീനെ എനിക്ക് കാണുന്ന ഓർമ്മ, ഞാൻ ഫ്ലൈവേഴ്സിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്ന് മലർവാടിയിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് നിവിനും കിട്ടി, എനിക്കും കിട്ടി. മലർവാടിയിൽ സോങ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 11 കശ്മലൻ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഷൂട്ടായിരുന്നു, ഒരു പ്രൊമോ സോങ് ഷൂട്ട്. അത് സിനിമയിലില്ല, അത് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് അൽഫോൺസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. സിബു എന്ന് പറഞ്ഞ, സിബു തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ബാച്ചിലുള്ള സിബു ആണ് പ്രേമത്തിൽ മറ്റേ കരിഞ്ഞ ഹൃത്തിക് റോഷൻ എന്ന് പറയില്ലേ, അവനാണ് അതിനകത്ത്. അപ്പൊ അവന്റെ എന്തോ പ്രൊജക്ടിന്റെ പരിപാടിയായിട്ട് ഒരു മ്യൂസിക് വീഡിയോ പരിപാടി, സ്റ്റോപ്പ് മോഷൻ വീഡിയോ. സ്റ്റോപ്പ് മോഷൻ. അല്ല, വിജയ് സേതുപതി ഉണ്ട്, ശബരിയൊക്കെ ഉണ്ട് അതിനകത്ത്. ശബരി ഉണ്ട്, ഞാനുണ്ട്, ഷറഫുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ആരുടെ ഐഡിയ ശരിക്കും? അൽഫോൺസിന്റെ ഐഡിയ ആണ്. അല്ല, അന്ന് അങ്ങനെ ഒരേ ഫ്രെയിമിൽ വെച്ച് ഇത്രയധികം ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മോഷൻ ആയിരിക്കും, അത് വേറെ തന്നെ ഒരു കാഴ്ചയായിരിക്കും. ഇത് അൽഫോൺസിന്റെ ഐഡിയ ആണല്ലേ? വിനീത് അങ്ങനെ ഒരു ഓഡിഷൻ കോള് വിട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം യൂട്യൂബും അങ്ങനത്തെ പരിപാടികളിലൊക്കെ നോക്കി നമ്മൾ വിളിച്ച് പറയുന്നത് അൽഫോൺസാണ്. ഞങ്ങൾക്ക് യൂട്യൂബ് പോയി ഇതെന്താന്ന് പോലും അറിയില്ല. ഓഡിഷൻ കോള് വിട്ട കാര്യം അവൻ ചെന്നൈയിൽ നിന്ന് നമ്മൾ വിളിച്ച് പറയുന്നത്. എന്നിട്ട് അവനാണ് മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചിരുന്നത്. എന്നിട്ടാണ് ഞങ്ങൾ മെയിൽ അയക്കുന്നത്. അവന് അതിനെ മുന്നേ ഭയങ്കര ടെക്നിക്കൽ നോളജും ഈ പറയുന്ന ഇൻ്റർനെറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമായിരുന്നു, ഭീകരമായ ബന്ധമായിരുന്നു. അങ്ങനെ പല പല CDs റൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു. നല്ല ബന്ധമായിരുന്നു, നല്ല സിനിമകൾ ഒക്കെ അവൻ്റെ അടുത്ത് നിന്നാണ് കിട്ടാറുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇന്റർനാഷണൽ സിനിമകളും എല്ലാ സിനിമകളും അവൻ്റെ അടുത്തായിരുന്നു ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനൊക്കെ സിനിമകൾ കാണുന്നതും പരിപാടികളൊക്കെ കാണുന്നതും അവൻ്റെ അടുത്ത് പോയിരുന്നിട്ടായിരുന്നു കാണാറുണ്ടായിരുന്നത്. നിവിനും ഉണ്ടാവാറുണ്ട്. ഈ ഇന്റർനാഷണൽ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഗോഡ് ഫാദർ കാണുക, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ സാർ, അതായത് പദേർ പാഞ്ചാലി, ആ സിനിമ കാണുക, അല്ലെങ്കിൽ അക്കിറ കുറോസാവയുടെ ത്രോൺ ഓഫ് ബ്ലഡ് കാണുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഇങ്ങനത്തെ ഒരു ഫാസിനേഷൻ കൂടി വരില്ല, അതൊക്കെ എപ്പോഴാണ് വരുന്നത്? ആ ടൈമിൽ തന്നെ അൽഫോൺസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അൽഫോൺസ്, ശബരി, ഇവരുടെ അടുത്തൊക്കെ ഹാർഡ് ഡിസ്കും ഈ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഫുള്ള് ഒരു കളക്ഷനുള്ള സംഭവങ്ങളും അവരുടെ കയ്യിലുണ്ട്.
ഓൾറെഡി. ഇവരൊക്കെ ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോഴും പെൻഡിങ് ആണ് ഒരുപാട് സിനിമകൾ കാണാനായിട്ട്. അവന്മാർ ഇതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടായി. ഇപ്പം അത്രയും സമയം കിട്ടുന്നില്ല. അന്ന് വേറെ ഒരു പരിപാടിയില്ലല്ലോ, കുത്തിരുന്ന സിനിമ കാണാം. അവർ ഈ എസ്ഐയിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ അവിടെയും സിനിമകൾ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വേൾഡ് സിനിമാസിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കത് കാണാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല വേൾഡ് സിനിമാസ്. ഇവൻ്റെ സിസ്റ്റത്തിലും അങ്ങനെയൊക്കെ ഇരുന്നാണ് കാണുന്നത്. സിജു, അപ്പോൾ അന്ന് ഈ ആക്ടിങ് വർക്ക്ഷോപ്സ്, അതായത് നടനാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ചത്തെ വർക്ക്ഷോപ്പ്, ഇപ്പോൾ ആക്ട് ലാബിലൊക്കെ അങ്ങനത്തെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വേണം നമ്മുടെ ഓഡിഷന് പങ്കെടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിറക്ഷൻസ് ഒക്കെ തരുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു രീതി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ്? പക്ഷെ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. എന്നെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഓഡിഷന് പോയിട്ട് ആക്ടിങ് വർക്ക്ഷോപ്പിന് 1 വീക്കിൻ്റെ ആക്ടിങ് വർക്ക്ഷോപ്പ് അന്ന് 10,000 രൂപ വെച്ചിട്ട് ഒരാളുടെ നിന്ന് വാങ്ങിച്ചിട്ട് എൻ്റെ സുഹൃത്തൊക്കെ പോയിട്ടുണ്ട് ചെയ്യാനായിട്ട്. അന്ന് നടക്കുമെന്നല്ലേ? അന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് നടന്നിട്ടുള്ളൂ. ഇന്നിപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട്. പക്ഷെ ആ സിനിമകളോ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. ആക്ടിങ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പരിപാടിയായിട്ടാണ് ആക്ടിങ് വർക്ക്ഷോപ്പ് വയ്ക്കുന്നത്. ഒരു സിനിമയുടെ ഓഡീഷന് നമ്മൾ പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ടഡ് ആണ്. പറഞ്ഞാൽ കുറച്ച് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പിന് ജോയിൻ ചെയ്യിച്ചിട്ട് എന്നിട്ടാണ് സിനിമയുടെ പരിപാടിയിലേക്ക് പോകുന്നത്. ആക്ടിങ് വർക്ക്ഷോപ്പിന് പെർ പേഴ്സൺ ഈ പറഞ്ഞ 10,000 റുപ്പീസാണ് നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ. അപ്പോൾ ഞാനൊന്നും പോയില്ല, കാരണം 10,000 രൂപ എടുക്കാനില്ല. അന്ന് 10 രൂപ പോലും, അന്ന് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5 പൊറോട്ടയും ചാറും കിട്ടും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ. അതാണ് മൂഡ് നമ്മുടെ. അപ്പോഴാണ് 10,000 രൂപ. 10,000 രൂപയ്ക്ക് 1,00,000 പൊറോട്ട ഇരുന്ന് കഴിക്കും. അങ്ങനത്തെ മൂടാണ്. അന്ന് 10 പൈസ എടുക്കാനില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ 10,000 രൂപ കാശും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇല്ല ചേട്ടാ, സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി കുറച്ച് കാശുണ്ടാക്കി വീട്ടിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതെ, അന്ന് ഭയങ്കര വിശപ്പാണ്. മറ്റേ ഇതിൽ തൊണ്ടി മുതലൊക്കെ പറയുന്ന പോലെ ടീനേജ് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോഡി മെറ്റബോളിസം, ഈ പറയുന്ന കളി, ക്രിക്കറ്റ് കളി, പരിപാടികളും സംഭവങ്ങളും നടത്തുള്ളൂ. അന്ന് ഈ പറഞ്ഞ സൈക്കിൾ ചവിട്ടി നടക്കുക, അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനാണെങ്കിൽ ഇപ്പോഴാണിപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് അപ്പുറത്തെ ജംഗ്ഷനിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് എടുക്കുകയോ അല്ലെങ്കിൽ കാർ എടുത്ത് പോകുന്നില്ല. അന്ന് ഇതൊന്നുമില്ല. അന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെയാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന ആക്ടിങ് വർക്ക്ഷോപ്പ് പരിപാടി വിളിച്ചിട്ട് പോയില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ ഒന്നും നടന്നിട്ടില്ല. മനസ്സിലായോ? അത് 10,000 രൂപയ്ക്ക് ഒരാഴ്ച അവർ പുട്ടടിച്ച്, പക്ഷെ എന്തൊക്കെയോ യോഗ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തെന്ന് പറയുന്നു. അറിയില്ല. നമ്മുടെ സുഹൃത്ത് അതെ യോഗയും പരിപാടികളൊക്കെ മെഡിറ്റേഷൻ പരിപാടികളൊക്കെ, അഭിനയത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതൊക്കെ ആയിരിക്കും. അവനൊക്കെ ഇപ്പോൾ ഇവിടെ US കണ്ടും വർക്ക് ചെയ്യുമ്പോൾ പരിപാടി നിർത്തിയിട്ട്